സ്പോട്ടിൽ ഇനി പരിശോധിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരായിട്ടുള്ള ഒരു വിവാദമാണ്, ഒരു പരാതിയാണ്. തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവമാണ് വിവാദമായിരിക്കുന്നത്. കുഴിനഖ വേദനയ്ക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തെത്തി. ജില്ലാ കളക്ടർക്ക് ഫ്യൂഡൽ മനോഭാവമാണെന്നും ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും KGMOയെ അറിയിച്ചു. അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടറെയാണ് DMOയെ കളക്ടർ ഓഫീസിൽ വിളിക്കുകയും ഒരു ഡോക്ടറെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ DMO സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പം നമുക്കിതിൽ പ്രതിഷേധം അറിയിക്കാനുള്ളത് ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ജില്ലാ കളക്ടർ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരോട് കാണിച്ചത്. അതിൽ സംഘടനയ്ക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവുമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ ഡോക്ടർമാർ ഉന്നയിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ ഒരു ഫ്യൂഡൽ മനോഭാവം തന്നെയാണ് നമുക്ക് ഈ ജില്ലാ കളക്ടറുടെ ഈ ഒരു സമീപനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ തിരക്കേറിയ സമയത്ത് നിരവധി രോഗികൾ ഈ ഡോക്ടർമാരെ കാണാൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു നിസാര കുഴിനഖ വേദനയുണ്ടെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇതെന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർമാരുടെ തീരുമാനം എന്താണ്? പ്രതിഷേധവുമായി ഈ കളക്ടർക്കെതിരെ പ്രത്യക്ഷ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയാണോ ഡോക്ടർമാർ? കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടാകുന്നത്. കളക്ടറുടെ ഓഫീസിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട്, അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിളിച്ചാണ് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്ന കാര്യം ആവശ്യപ്പെടുന്നത്. തുടർന്ന് DMOയാണ് ജനറൽ ആശുപത്രി സൂപ്രണ്ടിനെ ഇക്കാര്യം അറിയിക്കുന്നത്. അങ്ങനെ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞ അനുസരിച്ചാണ് ഈ ഡോക്ടർ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തുന്നത്. പക്ഷേ ഔദ്യോഗിക വസതിയിലെത്തിയിട്ടും കുറച്ച് അധിക സമയം കാത്തു നിൽക്കേണ്ടി വന്നു ഡോക്ടർക്ക്. തുടർന്ന് ഈ ജില്ലാ കളക്ടറെ കാണുന്ന സമയത്താണ് ഈ കുഴിനഖത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന കാര്യം വ്യക്തമായത്. എന്തായാലും ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായുള്ള തിരക്കറിയാം. അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും OP വിഭാഗത്തിലേക്ക് വലിയ തരത്തിൽ തിരക്കുണ്ടാകുന്ന ദിവസമാണ്. അത്തരത്തിൽ തിരക്കുള്ള ഒരു ദിവസമാണ് ഈ ഡോക്ടറെ OPയിലുണ്ടായിരുന്ന ഡോക്ടറെ തന്നെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ കുഴിനഖത്തിൻ്റെ ചികിത്സയ്ക്കെന്ന പേരിൽ വരുത്തിയത്. പക്ഷേ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് KGMOയെ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് ഫ്യൂഡൽ മനോഭാവമാണ് എന്നാണ് അവർ പരസ്യ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിലുള്ള അമർഷം അവർ സംഘടനയുടെ പേരിൽ തന്നെ അറിയിക്കുകയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും ഇക്കാര്യങ്ങൾ ധരിപ്പിക്കും. ഇത്തരത്തിലൊരു നിഷേധാത്മകമായ സമീപനം, വില കുറച്ച് കാണുന്ന സമീപനം ഡോക്ടർമാരോട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിനു മുമ്പും സമാനമായ തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ഡോക്ടർമാരുടെ സംഘടന തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകാനാണ് KGMOയുടെ തീരുമാനം. അതിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി കളക്ടറുടെ ഓഫീസ് രംഗത്തെത്തിയിരുന്നു. അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് അധിക സമയം അങ്ങനെ കളക്ടർ ഓഫീസിലേക്ക് എത്തിയ ഡോക്ടറെ അധിക സമയം വൈകിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ചർച്ചയിലായിരുന്നു. 5 മിനിറ്റ് മാത്രമാണ് ഡോക്ടർക്ക് പുറത്തു നിൽക്കേണ്ടി വന്നത് എന്നൊരു വിശദീകരണമാണ് അനൗദ്യോഗികമായി ജില്ലാ കളക്ടർ ഓഫീസിൽ ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏറ്റവും പക്ഷെ എങ്കിൽ പോലും ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഒരു അധികാര ദുർവിനിയോഗമായി തന്നെ കാണണം ഡാൻ. കാരണം നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും IPS IAS ഉദ്യോഗസ്ഥർ നിരവധിയുള്ള തലസ്ഥാനത്ത് ഇതിനു മുൻപ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ നായയെ ഒരു കീഴ് ജീവനക്കാരനെ കൊണ്ട് പോലീസുകാരനെ കൊണ്ട് കുളിപ്പിച്ച സംഭവമൊക്കെ വലിയ വിവാദമായതാണ്. പിന്നീട് അത്തരം സംഭവങ്ങൾ പലപ്പോഴും ഈ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അവരുടെ കീഴ് ജീവനക്കാരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു എന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമൊക്കെ ഈ IPSകാരുടെ ഇടയിൽ നിന്ന് പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നതാണ്. അത്തരം പരാതികളൊക്കെ അവർക്കെതിരെ വന്നതാണ്. പക്ഷേ ഒരു കളക്ടർക്കെതിരെ ഇത്തരം ഒരു ആരോപണം സമീപകാലത്ത് ആദ്യമാണ്. ഈ വിഷയത്തിൽ ഈ കളക്ടറുടെ ഓഫീസ് വിശദീകരണം നൽകുന്ന പോലെ അങ്ങനെ ഒരു നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു വിഷയമാണോ, കേസാണോ, സംഭവമാണോ ഇത്?
ഇതിൽ കുഴിനകം ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമായിരുന്നു അത് എന്നതും വസ്തുതയാണ്. അത് അധികാര ദുർവിനിയോഗമാണോ സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ വിലയിരുത്തലുകൾ, വിശദീകരണങ്ങൾ അതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ KGMOയെ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലിയ തരത്തിൽ തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം OPയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ചികിത്സകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഒരു ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണ് അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കളക്ടറുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉണ്ടായത് ഏത് തരത്തിലായിരിക്കും, അത് ചട്ടലംഘനമാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഈ കുഴിനകത്തിന് ചികിത്സ തേടി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കൃത്യമായ വസ്തുതയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത്തരമൊരു നടപടി തിരക്കേറിയ സമയത്ത് ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി. അത് അങ്ങനെ ഈ ഒരു ജില്ലാ കളക്ടർക്ക് വീട്ടിലേക്ക് ഈ ഡോക്ടറെ വിളിച്ചു വരുത്താനുള്ള ഒരു വകുപ്പുണ്ടോ? പ്രത്യേകിച്ച് ഒരു സർക്കാർ ഡോക്ടറെ വിളിച്ചു വരുത്താനുള്ള വകുപ്പുണ്ടോ? ഈ കളക്ടർക്ക് തിരക്കുള്ള വ്യക്തിയാണ്, ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടാം. ആ ഒരു കാര്യം തന്നെയല്ലേ ഈ ഡോക്ടർമാരുടെ സംഘടന KGMOയും ഉന്നയിക്കുന്നത്? സ്വാഭാവികമായി അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഔദ്യോഗികമായ തിരക്കുകൾ കാരണമാണ് ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് കളക്ടർ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതിൽ എന്ത് തരത്തിലാണ്, എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന കാര്യം ഇനി കൃത്യമായ പ്രതികരണങ്ങളോടെ പുറത്തു വരണം. പക്ഷേ KGMO ഉൾപ്പെടെ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന കാര്യം ഡോക്ടർമാരെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അവിടെ എത്തിയ ഡോക്ടറെ വൈകിപ്പിക്കുന്ന തരത്തിൽ, അതായത് അവിടെ ഏറെ നേരം കാത്തു നിൽക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് കൂടി KGMOയെ വ്യക്തമാക്കുന്നു. എന്തായാലും ഡോക്ടർമാരോടുള്ള കടുത്ത അവഗണനയായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഈ പരാതിയുമായി ആരോഗ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും സമീപിക്കാനുള്ള നീക്കം നടത്തുന്നത്. അത് അങ്ങനെ ഈ ആരോഗ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഇവർ സമീപിക്കുന്നു കളക്ടർക്കെതിരെ പരാതിയുമായി. ഏത് രീതിയിലുള്ളൊരു നടപടി വേണമെന്നാണ് ഈ ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം? കളക്ടർക്കെതിരെ ഒരു കടുത്ത നടപടി വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടോ ഡാൻ? സ്വാഭാവികമായി അത്തരമൊരു നീക്കം ഇനി ഉണ്ടാകാൻ പാടില്ല, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന കാര്യങ്ങളാണ് മുമ്പോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യമൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അവർ പ്രതിഷേധം അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. അതിലുള്ള പ്രതിഷേധം അവർ വ്യക്തമാക്കുന്നു എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ടോം, ഞാൻ സാധാരണ ഈ കളക്ടർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? ഇങ്ങനെ ഈ കീഴ് ഉദ്യോഗസ്ഥരെയൊക്കെ ഇതേ രീതിയിലൊരു അടിമത്ത മനോഭാവത്തോടെ കാണുന്നൊരു സമീപനമുള്ള ഒരു വ്യക്തിയാണോ? അത്ര ഇതിനു മുൻപ് ഇതേ രീതിയിലുള്ളൊരു ആരോപണം ഇദ്ദേഹത്തിനെതിരെ മുൻപ് ഉയർന്നിട്ടുണ്ടോ? അദ്ദേഹം സാധാരണയായി ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നൊരു പരാതി വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് തരത്തിലാണ് മറ്റുള്ളവരോട് ഇടപെടുന്നത് എന്ന കാര്യം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പലപ്പോഴും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും അദ്ദേഹം ഫോൺ എടുക്കാറില്ല. അപ്പോൾ അദ്ദേഹം ഏത് തരത്തിലാണ് മറ്റുള്ളവരോട് ഇടപെടുന്നതെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്, ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാറില്ല എന്ന തരത്തിൽ. അത് ഈ ഒരു ആക്ഷേപത്തിന് പിന്നാലെ ആ ഒരു പരാതിയുടെ ആക്കം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തരമൊരു ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം നേരിട്ട് അത്തരത്തിൽ ഒരു സമീപനമല്ല ഉണ്ടായത്. അധിക നേരം ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ വിളിച്ച് ഡോക്ടറെ നിർത്തിയിട്ടില്ല എന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പും ഇതിനേക്കാൾ തിരക്കേറിയ സമയത്തൊക്കെ തിരുവനന്തപുരത്ത് കളക്ടർമാരായിട്ടിരുന്ന ആളുകൾ മാധ്യമപ്രവർത്തകരുമായും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൻ്റെ നാനാതലങ്ങളിലുള്ളവരുമായി വ്യക്തിപരമായി ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. പ്രശ്ന സാഹചര്യങ്ങളിലൊക്കെ നേരിട്ട് അവരെ ഫോണിൽ വിളിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അത്തരമൊരു സമീപനമല്ല നിലവിൽ തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു പൊതു സംസാരമാണ് ഇപ്പോൾ ഇതിന് പിന്നാലെ ഉടലെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഡോക്ടർമാരുടെ സംഘടന KGMOയെ ഉന്നയിച്ചതുപോലെ ജില്ലാ കളക്ടറുടെ ഒരു ഫ്യൂഡൽ മനോഭാവം തന്നെയാണ്. കാരണം ഈ രീതിയിൽ തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി OP ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ തനിക്ക് കുഴിനഖ വേദനയുണ്ട് എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ, സാധാരണക്കാരായ രോഗികൾ ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഡോക്ടറെ കളക്ടറുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഡോക്ടർമാരുടെ സംഘടന. കളക്ടർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുന്നുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.
സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം അമ്പലമുകൾ BPCL പ്ലാന്റിലെ ഡ്രൈവർക്ക് കൂലി തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തൃശൂർ കൊടകരയിൽ വെച്ചാണ് ഡ്രൈവർ ശ്രീകുമാറിനെ CIT പ്രവർത്തകർ മർദ്ദിച്ചത്. പരിക്കേറ്റ ഇയാളെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അമ്പലമുകൾ BPCLലെ LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാർ ഈ സംഭവത്തെ തുടർന്ന് പണിമുടക്കി പ്രതിഷേധിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഇതൊരു കൂലിത്തർക്കത്തെ തുടർന്നാണ് മർദ്ദനമേറ്റതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ CITU പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ടോം, നിലവിൽ അത്തരം നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഡ്രൈവർമാർ ഏതാണ്ട് 200ഓളം പേര് അടങ്ങുന്ന ഡ്രൈവർമാർ പൂർണ്ണമായും തന്നെ നിസ്സഹരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെയും ഏതാണ്ട് 7 ജില്ലകളിലേക്കുള്ള ലോഡ് പാചകവാതക വിതരണം അടക്കം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. പക്ഷേ ഇത്രയും ഒരു മർദ്ദനം നടന്നിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു നടപടിയിലേക്കും കാര്യമായി നീങ്ങുന്നില്ല എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വളരെ ക്രൂരമായിട്ട് തന്നെയാണ് ഈ ഡ്രൈവറെ കയറ്റിറക്ക് തൊഴിലാളികൾ നേരിടുന്നത്. അദ്ദേഹത്തെ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ തൊഴിലാളിയെ വളരെ നിഷ്ഠൂരമായിട്ട് തന്നെ ഇവർ സംഘം ചേർന്ന് തന്നെ മർദ്ദിക്കുന്നു, അയാളെ നിലത്ത് വീഴ്ത്തുന്നു. ഇങ്ങനെ വളരെയധികം ക്രൂരമായിട്ട് തന്നെ പരിക്ക് അയാൾക്ക് ഏറ്റിട്ടുണ്ട്. അപ്പോഴും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ കാര്യങ്ങൾ ഇത്രയും ഓരോരുത്തരെയും മുഖമടക്കം വളരെ വ്യക്തമാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ഡ്രൈവർ നൽകിയ പരാതിയിൽ കാര്യമായ രീതിയിലൊരു നടപടികളിലേക്ക് അടക്കം പോയിട്ടില്ല എന്നതാണ്. ഇനിയും അത് നടപടിയെടുക്കാനുള്ള ഒരു കാലതാമസം വരുന്നത് കൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ സമരം പ്രഖ്യാപിക്കും അതിലേക്ക് പോവുകയും ചെയ്യുന്നത്. തങ്ങൾ ഇതിൽ നടപടിയില്ലാത്ത പക്ഷം തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നവർ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 7ഓളം ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം BPCL ഇതുമൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഈ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് 140ഓളം ലോഡുകൾ വിതരണത്തിന് പോകേണ്ടതാണ്. പക്ഷേ ഒന്നും പോയിട്ടില്ല. വിതരണം പൂർണ്ണമായിട്ട് തന്നെ ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് തൊഴിലാളികളുടെ സമരം മാറിയിരിക്കുന്നു. ഇവർ ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്, ഈ മർദ്ദനമുണ്ടായ സംഭവത്തിൽ കൃത്യമായൊരു നടപടികൾ വേണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ആവശ്യമാണ്. തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന തൊഴിലാളി ഇത്ര കണ്ട് മർദ്ദിച്ചിരിക്കുന്നു. അത് കൂലി തർക്കത്തിൻ്റെ പേരിലാണെങ്കിൽ അത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷിക്കണം. അതിന് ഡ്രൈവറെ ഇത്ര ക്രൂരമായ രീതിയിലേക്ക് മർദ്ദിക്കുകയല്ല വേണ്ടത്. കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് വളരെ നിഷ്ഠൂരമായി മർദ്ദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും കൃത്യമായ നടപടികളില്ലാത്തത് കൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ അവർ തീരുമാനം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയും മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. ടോം, ഡാനി, ഇപ്പോൾ 200 ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത്. ഈ സമരത്തെ തുടർന്ന് 7 ജില്ലകളിലേക്കുള്ള 140ഓളം ലോഡ് സർവീസ് മുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ പാചകവാതക സർവീസിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നം, ഈ സമരം പിൻവലിക്കാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഡാനി? ടോം, ഇതിൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഡ്രൈവർമാരുടെ സംഘടനയുമായിട്ടെല്ലാം തന്നെ തൊഴിലാളികളുടെ സംഘടനയുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷെ അവരുമായല്ല ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ പോലീസിനോട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഇവിടെ നിന്ന് ലോഡുമായി പോയ ഒരാളെയാണ് ഈ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായാലും അത്തരം കാരണങ്ങൾ സംബന്ധിയായ ചർച്ചകൾ ആവശ്യമാണ്. തൊഴിൽ തർക്കത്തിൽ കൂലി പോരായ്മയോ മറ്റു കാരണങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുമെല്ലാം മറ്റൊരു തലത്തിലാണ്. അതിന് ഡ്രൈവറെ തല്ലിയതുകൊണ്ട് കാര്യമില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ വേണമെന്ന് അവർ പറയുന്നു. നടപടി എന്ന് പറയുന്നത് തൊഴിലാളിയെ തല്ലിയ ഈ കയറ്റിറക്ക തൊഴിലാളികൾ അവർക്കെതിരെയുള്ള നടപടികളാണ് ആവശ്യം വരുന്നത്. CITU യൂണിയനിൽപ്പെട്ടവരാണ്. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ മടിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. CITU പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ നിലവിൽ 7 ജില്ലകളെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 7 ജില്ലകളിലെ വിതരണത്തിന് പോകേണ്ട 140ഓളം ലോഡുകൾ ഉച്ചവരെയുള്ള സമയം കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലേക്ക് അത് കൂടുകയും ചെയ്യും. ഇത് വലിയ രീതിയിലുള്ളൊരു ബാധ്യതകളിലേക്കും കാര്യങ്ങളിലേക്കും പോകും. അതുമാത്രവുമല്ല, BPCL ഉപഭോക്താക്കൾക്കടക്കം
ഇതിൽ വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങളെല്ലാം തന്നെ നേരിടുകയും ചെയ്യും. അപ്പോൾ ഇത്തരം സങ്കീർണതകളിലേക്ക് പോകാതെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതിൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കും നടപടികൾ ഉണ്ടാകണം. പോലീസിന് ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മുഖമടക്കം വളരെ വ്യക്തമാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാണ്. ഈ അക്രമ സംഭവം അഴിച്ചുവിട്ടവർക്കെതിരെയായ കൃത്യമായ നടപടികളില്ലാത്ത പക്ഷം അത് വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് തൊഴിലാളികളുടെ നിലപാട്. ടോം, ഡാനി, ഈ ഇത്തരം ഒരു പ്രകോപനത്തിന് കാരണം എന്താണ്? ഈ കൂലിത്തർക്കമാണെന്ന് പറയുന്നുണ്ട്. എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു ഡ്രൈവറെ മർദ്ദിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ ഡ്രൈവറുടെ മൊഴിക്കപ്പുറം ഒരു വിശദമായ പരിശോധന പോലീസും അതോടൊപ്പം BPCL മാനേജ്മെന്റ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ടോ? ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവർക്ക് ഈ നിലവിലുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കൂലിക്ക് അപ്പുറത്തേക്ക് മറ്റേത് രീതിയിലുള്ളൊരു തർക്കമാണ് ഇവർക്കിടയിൽ ഉടലെടുത്തതെന്ന് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാണോ ഇങ്ങനെയൊരു വഴക്ക് അവിടെ രൂപപ്പെടുകയുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് പോലീസാണെങ്കിലും ഇപ്പോൾ പരാതി ലഭിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും പ്രകോപനപരമായ കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏത് വിഷയമാണ് ഈ കൂലി തർക്കമെന്ന് ഡ്രൈവർമാർ പറയുമ്പോഴും അദ്ദേഹത്തിന് മൊഴിയിലടക്കം കാര്യങ്ങൾ പറയുമ്പോഴും അതല്ലാതെ മറ്റേതെങ്കിലും സംബന്ധിയായ വിഷയങ്ങളിൽ ഇവർ തമ്മിൽ ഇടപെട്ടുകൊണ്ട് തർക്കമുണ്ടായിട്ടുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ പരിശോധിക്കുന്നു. അത് ഇപ്പോഴത്തെ മാത്രമല്ല, നേരത്തെ ഇവിടേക്ക് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ തർക്കം ഉടലെടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. പക്ഷേ തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു അതൊക്കെ എല്ലാം തന്നെ ശരി തന്നെയാണ്. പക്ഷേ ഒരാളെ ഇത്ര കണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായിട്ട് പോലും അതേസമയം ഇത്ര കഴിയുമ്പോഴും ഒരു നടപടിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നടപടി ഉറപ്പ് വരുത്തുന്നതിന് മാനേജ്മെൻറ്റിന് കഴിയാതെ പോകുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്ത് സ്വാധീനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അടിയന്തര നടപടികളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇവിടെ ഡ്രൈവർമാരുടെ നിലപാട്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൂലിത്തർക്കത്തെ തുടർന്നാണ് ഡ്രൈവറെ CIT പ്രവർത്തകർ ക്രൂരമായി തല്ലിച്ചതച്ചത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. പ്രായപൂർത്തിയാകാത്ത മകളെ പിച്ചി ചീന്തിയവരെ വെറുതെ വിട്ട കോടതി വിധി കേട്ട് നെഞ്ചുപിടയുന്ന വേദനയോടെ നിന്ന ഒരമ്മ. ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു കോഴിക്കോട് പോക്സോ കോടതിയിൽ ഇന്നലെ കണ്ടത്. വിചാരണ കാലയളവിനിടെ ഇരയായ പെൺകുട്ടിയുടെ ആത്മഹത്യയും നീതിക്ക് വേണ്ടി അമ്മ നടത്തിയ ഒറ്റയാൾ പോരാട്ടവും കണ്ടതാണ് തേഞ്ഞിപ്പലം പോക്സോ കേസ്. 2017 സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലാണ് 2 പ്രതികളെയും കോടതി ഇന്നലെ വെറുതെ വിട്ടത്. പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് തെളിവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, യഥാർത്ഥത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? തുടക്കത്തിൽ ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ പോലീസിൻ്റെയും CWCയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ്. 2017 ഈ പീഡന കേസ് നടക്കുന്നു. 2018 ഈ വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് ആ യുവാവിനോട് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത്. പിന്നീട് വിചാരണ കാലയളവിനിടെ 2022 പെൺകുട്ടി ജീവനൊടുക്കുന്നു. പിന്നീട് അമ്മ നടത്തിയ ഒറ്റയാൾ പോരാട്ടം. പക്ഷേ നമുക്കറിയാം, ഈ വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പോലെ ഈ കേസിലും പ്രതികളെ വെറുതെ വിടുന്ന ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരമൊരു വിധി, ഈ പ്രതിഭാഗത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധി ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? പ്രോസിക്യൂഷൻ്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? നിയമവിദഗ്ധർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്, ഈ കേസിനെ? ടോം, ഈ സൂര്യനെല്ലി മുതൽ വാളയാർ വഴി വണ്ടിപ്പെരിയാർ വരെയുള്ള പല കേസുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പ്രതികൾ നിഷ്പ്രയാസം രക്ഷപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അനായാസം ഈ പിഞ്ച് ജീവനുകളെ, പെൺകുട്ടികളുടെ ജീവനെ പിച്ച് ചീന്തുന്ന പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നു. അത് നിയമത്തിൻ്റെ തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ ആരാണ് കുറ്റക്കാർ, എവിടെയാണ് വീഴ്ച വന്നത് എന്നതൊന്നും കൃത്യമായി നിർവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജീവന്, അല്ലെങ്കിൽ അവരുടെ
അവരുടെ അഭിമാനത്തിനൊന്നും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കേസാണ് തേഞ്ഞിപ്പാലം കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ കേസിൽ വിചിത്രമായ പല നിരീക്ഷണങ്ങളും ഉണ്ട് എന്നാണ് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായി ഈ പീഡനം നടന്നു എന്നതിന് തെളിവില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാരണം പ്രതികളെ പുറത്തുവിടാൻ അല്ലെങ്കിൽ പ്രതികളെ വെറുതെ വിടാനുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാരണം ഈ അമ്മയും ഈ അതിജീവിതയും ഇരയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇരുവരും തമ്മിലൊരു സൗഹൃദം പോലെയുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മയോട് ഈ കുട്ടി തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് പക്ഷേ ഈ പീഡന വിവരം മാത്രം അല്ലെങ്കിൽ താൻ മറ്റു ആളുകളിൽ വിഷയം മാത്രം അമ്മയോട് എന്തുകൊണ്ട് ഈ കുട്ടി പറഞ്ഞില്ല എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഈ 2017 മുതൽ പീഡനത്തിന് ഇരയായെങ്കിൽ പോലും ഈ പീഡന വിവരം പിന്നീട് പുറത്തു പറയുന്നത് 2 വർഷത്തിന് ശേഷമാണ്. ഇത്തരമൊരു കാലവിളംബം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം പറയുന്നു. നമുക്കറിയാം സുപ്രീം കോടതികളുടെ വിധി പ്രസ്താവത്തിൽ പോലും ഈ പീഡനത്തിനിരയാവുമ്പോൾ അല്ലെങ്കിൽ മാനഭംഗപ്പെടുമ്പോൾ അതിന് ബലാത്സംഗത്തിനിരയാവുമ്പോൾ ഈ കാലവിളംബം എന്നതൊരു പ്രശ്നമായി കണക്കാക്കുന്നില്ല എന്ന് കോടതികൾ പോലും പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് കാലവിളംബം എന്നത് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കോടതികൾക്ക് ഇത്തരത്തിൽ തെളിവില്ലാതെ കേസ് വെറുതെ വിടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കൊപ്പം അതിജീവിതയുടെ അല്ലെങ്കിൽ ഇരയുടെ അമ്മയുണ്ട്. കാരണം അവർ വളരെ നാളുകളായി തന്നെ മകൾക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ്. അങ്ങേയറ്റം അവർക്ക് ഞെട്ടൽ നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. നമുക്കെന്തായാലും അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഈ വിധിയെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെ വിശ്വസിക്കുന്നു? ഇത്തരമൊരു വിധിയാണോ ഈ കേസിൽ പ്രതീക്ഷിച്ചിരുന്നത്? അല്ല, ഇങ്ങനൊരു വിധിയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എൻ്റെ മോൾക്ക് നീതി കിട്ടാത്ത ഒരു സങ്കടം എനിക്ക് നല്ലോണം ഉണ്ട്. അത്രയും ഭയങ്കര വിഷമം, ഭയങ്കര ഷോക്കായി പോയിക്കണം. എന്താ വെച്ചാൽ അത്രയും എൻ്റെ മോള് വേദന സഹിച്ച് എൻ്റെ കുട്ടീനെ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് എൻ്റെ മോളൊക്കെ ഒരു നീതി കിട്ടണില്ലല്ലോ. ഇത്ര ഒരു വിധി കോടതിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഈ വിധിയിൽ പറയുന്ന പല കാര്യങ്ങളും അതിലൊരു പ്രധാന കാര്യമായി പറയുന്നത് അമ്മയുമായി അടുത്ത ബന്ധമാണ് കുട്ടിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്തരമൊരു കാര്യത്തിന് ഇരയായെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് അമ്മയോട് പറഞ്ഞില്ല, അമ്മയോട് പറയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുന്നു. അതെന്താണ്? ഞാൻ മോളോട് തന്നെ ഞാൻ ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് എന്നോട് പറയാഞ്ഞത് എന്ന്. ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ കുട്ടീൻ്റെ മാനസികാവസ്ഥ ആകെ തകരാറിലായിക്കണ്. അപ്പോഴൊക്കെ എൻ്റെ മോള് ഇവലെ സമ്മർദ്ദം കൊണ്ടാണ്, എന്തെല്ലാം പറഞ്ഞിങ്ങാണ്ടാണ് എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തിയെന്ന് അറിയാം. അതുകൊണ്ടൊക്കെ പേടിച്ചിട്ടാണ് എന്നോട് പറയാതെ എന്നാ പറഞ്ഞത്. അല്ലാതെ എൻ്റെ മോൾ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പോയാലും വന്നാലും ഇവിടെ നിന്ന് എന്താരെങ്കിലും കണ്ടാലും ഒക്കെ എന്താ പറഞ്ഞതെന്ന് പോലും പുള്ളി ഇടാതെ എന്നോട് പറയുന്ന കുട്ടിയാണ്. അങ്ങനത്തെ കുട്ടിയാണ് ഇപ്പം ഇതുപോലെ ഭീഷണി കാരണം പറയാതെന്നത്. ഇതെന്താണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞ ശേഷമാണല്ലോ ഈ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അത് ഈ പ്രശ്നങ്ങൾ തന്നെയാണോ കുട്ടിയെ ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചെന്ന് കരുതുന്നത്? എൻ്റെ മോൾക്ക് എത്രമാത്രം മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും എന്നോട് പറയാൻ കഴിയാത്ത വിഷമം വരെ എൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അത് ഈ ഫാമിലി എന്ന് പറഞ്ഞ കല്യാണം ഉറപ്പിച്ച ചെക്കനോട് ഓന് കല്യാണം കഴിക്കാൻ പോവല്ലേ എന്നുള്ള ഒരാളെ കിട്ടിയപ്പോൾ ഓനോടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഓള് തുറന്ന് പറഞ്ഞു. ഓനോട് പറഞ്ഞപ്പോൾ അത് ഞാൻ ഓനിന്നെ വിവരം അറിയിക്കുകയും ചെയ്ത്. ഇന്ന വിവരം അറിയിച്ച പാടന്നെ ഞാൻ മോളോട് ചോദിച്ചു. അന്നപ്പോൾ ഓക്ക് ധൈര്യമായി. ഓളിനോട് എല്ലാ കാര്യങ്ങളും സത്യം തുറന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കണത്. എന്നോട് എൻ്റെ മോൾ എന്നെ നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തള്ളക്ക് താങ്ങാൻ കഴിയൂല. അത്രയും മനസ്സ് ഉരുകിപ്പോയിക്കണം. അത്രയും എൻ്റെ മോളെ ഇവരെല്ലാവരും കൂടി ഇത്രയും ഒരാളും അല്ലല്ലോ, എല്ലാവരും കൂടെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറയുമ്പോൾ ആർക്കാ താങ്ങാൻ പറ്റുക? അപ്പം എൻ്റെ മോൾ എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും. അത്രയും നാള് പറയാതിരുന്ന കാര്യങ്ങളെല്ലാം ആ ഘട്ടത്തിൽ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മോള് പറയുന്നത്. മോളോട് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, കോമലിനോട് പറഞ്ഞില്ലേ, നീ എന്താണെന്ന് വെച്ചാൽ സത്യമൊക്കെ തുറന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓള് എന്നോട് പിന്നെ പറയാൻ അറിഞ്ഞോ. ഇവരൊക്കെ ആദ്യം മുതൽ ദുരുപയോഗം ചെയ്ത കഥകൾ പറഞ്ഞു. എല്ലാം പറഞ്ഞപ്പോഴാണ് ഇനി സത്യമാണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ചൈൽഡ് ലൈനിൽ വിളിച്ച് പറഞ്ഞതും പിന്നെ അവരൊക്കെ വന്നതും ഒക്കെ. ജഡ്ജിക്ക് ഓള് മൊഴി കൊടുത്തതല്ലേ, പോലീസിന് മൊഴി കൊടുത്തതല്ലേ, കോടതിയിൽ എത്ര പ്രാവശ്യം ഓള് വന്നാണ്. ഈ വിചാരണ ആയ സമയം വെച്ചെങ്ങാണ്ടാണ് ഓളിപ്പോൾ മരിച്ചത്.
ആദ്യത്തെ കോടതിയിൽ മൊഴി കൊടുത്തതാണ് അല്ലേ? രഹസ്യ മൊഴി കൊടുത്തതാണ്. ജഡ്ജിക്ക് നേരിട്ട് മൊഴി കൊടുത്താണ്. ഞാൻ ഉണ്ടല്ലോ കൂടെ. അന്ന് കൊടുക്കുന്ന ഉണ്ടായിരുന്നു. അപ്പൊ മൊഴിയുടെ ഒരു അഭാവമല്ല, അല്ലെങ്കിൽ കുട്ടി ഇതൊന്നും പുറത്തു പറയാത്തതല്ല കാരണം. അതൊന്നല്ല, പറഞ്ഞിണല്ലോ. പറഞ്ഞിട്ടും പറഞ്ഞിട്ടില്ലാന്നെന്താ പറയണത്? അതാണ് വിഷമം കൂട്ടുന്നത്. ഇതൊക്കെ ഈ ആദ്യകാലത്ത് തന്നെ കുട്ടി പറഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം ചൈൽഡ് ലൈനിന്റെ അടുത്ത് അമ്മ തന്നെയാണ് എത്തിക്കുകയും ചെയ്തത്. അതെ, എല്ലാം പറഞ്ഞ് ഇതാക്കിയൊക്കെ ചെയ്തതാ. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് മുഖവിലക്കെടുക്കുന്നില്ല. അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് തന്നെ ഇത് പിന്നെ കേസ് ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? സിഐയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വലിയ ഇതുണ്ടായില്ല, അപമാനം ഉണ്ടായില്ല. അത് വലിയ പ്രശ്നമായതാണ് അല്ലെ? യൂണിഫോമിലെത്തി മൊഴിയെടുക്കാൻ വന്നു. അതാണ് ഒന്നാമത്തെ പ്രശ്നം. CI അലവി എന്ന് പറഞ്ഞ പോലീസാണ് അവിടെ വന്നതും. ഫുള്ള് പിന്നെ നാട്ടിലുള്ള ആൾക്കാരോട് മുഴുവനും പറഞ്ഞ് പാട്ടാക്കി യൂണിഫോമിൽ, പോലീസ് യൂണിഫോമിൽ ഈ അന്വേഷിക്കാൻ വരുമ്പോൾ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട കേസ് പോലീസ് യൂണിഫോമിൽ പോലീസ് ജീപ്പിലും വന്നുങ്ങാണ്ട് നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും അയൽവാസികളുടെ അടുത്തൊക്കെ പോയി നമ്മളെപ്പറ്റി മോശമായിട്ട് ചിത്രീകരിച്ച് ഒരു പിന്നെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെ കൂടുതൽ വിഷമിപ്പിക്കാനാണ് ഈ പോലീസ് ശ്രമിച്ചത്. എല്ലാ പോലീസുകാരും ഞാൻ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളോട് ദ്രോഹം കാണിച്ച ഈ വേശ്യാന്ന് മുദ്ര കുത്തിയിട്ടും അങ്ങനെ പലതും വേണ്ടാത്ത പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ വരെ കുട്ടീനെ വേദനിപ്പിച്ചിന്. അങ്ങനെ വരെ പറഞ്ഞിങ്ങാണ്ട് ഇതാക്കിയതൊക്കെ മൊഴിയിൽ കൊടുത്തതാണ്. മോളെന്നെ എഴുതി കൊടുത്തതാണ്. അതൊക്കെ ജഡ്ജിക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ച കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ CIയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ നേരത്തെ ACP അന്വേഷിച്ചൊക്കെ കണ്ടെത്തിയതല്ലേ? അതിനെക്കുറിച്ച് ഒരു കാര്യവും ഈ കേസുകളിലൊന്നും ഇതിലൊന്നിലും വരുന്നില്ല. ഇതിപ്പോൾ തുടക്കം മുതലേ ഈ പോലീസിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അന്വേഷണത്തിൽ ഒരു നല്ലൊരു പുരോഗതി ഉണ്ടാവേണ്ടത്. അന്വേഷിക്കേണ്ട രീതിയിലേ അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോലും പിന്നെ ഇങ്ങനാണോ അന്വേഷിക്കുക? ഇത് കുറ്റം ചെയ്ത പ്രതികളെങ്ങനെ വിടുക? എന്നിട്ട് വേറെയും കുട്ടികൾക്ക് പീഡനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറ്റം ചെയ്ത പ്രതികൾക്ക് തന്നെ പിന്നെ നാട്ടിൽ ഇതുള്ളൂ, നീതിയുള്ളൂ. അല്ലാതെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണില്ല. ഈ വൈദ്യപരിശോധനയൊക്കെ അന്ന് നടത്തിയതല്ലേ ഈ രഹസ്യമൊഴി കൊടുത്തു കഴിഞ്ഞ ശേഷം? ഇല്ല, ഈ കാര്യങ്ങളൊക്കെ ഒരു അഭാവം ഉണ്ടെന്നാണ്. അതെ, അഭാവമുണ്ട്. എന്താ വെച്ചാൽ പിന്നെ മോളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ കൂടെ പോയി. നമ്മൾ രണ്ടാളും കൂടിയാണ് പോയത്. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കോടതിയിലേക്കാണ് കൊണ്ടുപോകണത്. കോടതിയിൽ കൊണ്ടുപോയി ജഡ്ജിക്ക് മൊഴി കൊടുത്ത് ഒക്കെ ചെയ്തതാണ്. ഇന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കേണ്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി ഇതാക്കിങ്ങാണ്ട് കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ കേസ് എന്താവും എന്നുള്ളത് ജഡ്ജിക്ക് കിട്ടൂലല്ലോ. ജഡ്ജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കണം. അത് കൊണ്ടു കൊടുക്കാത്ത പക്ഷേ എങ്ങനെ ജഡ്ജിക്ക് അതിനൊരു മറുപടി പറയാൻ കഴിയും? ജഡ്ജിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ട കടമകൾ അവർ നിർവഹിച്ചിട്ടില്ല, അതേ ഞാൻ പറയുള്ളൂ. പ്രോസിക്യൂഷന്റെ ഭാഗത്തും അല്ലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും കേസ് വാദിക്കേണ്ടവരും കൃത്യമായി ചെയ്തില്ലെന്ന് തന്നെയാണ്. അതെ, ഈ പ്രോസിക്യൂഷന് നമുക്ക് എന്താണ് ഈ കാര്യങ്ങൾ മുഴുവനും നമുക്ക് പറഞ്ഞു തരാനും അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു തരാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യേണ്ടതൊന്നും അതും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ശരിയായ നിലപാടിൽ വന്നിട്ടില്ല. ഇന്ന് വരെ അവരെ നമ്പർ നമുക്ക് എന്തെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ചോദിച്ചിട്ട് വരെ എനിക്ക് നമ്പർ കിട്ടിയിട്ടില്ല. ഒരു കാര്യത്തിനും ഇതാവണില്ല. നമ്മൾ കേസ് വിളിക്കും, സമൻസ് വരും, പിന്നെ കോടതിയിൽ ഹാജരാവും. കേസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പറയും നമ്മൾ ഇങ്ങോട്ട് പോരും. മാറ്റി വെച്ചിണെങ്കിൽ മാറ്റി വെച്ചിന്ന് അറിയും. ഇന്ന ദിവസം വന്നാൽ മതി, സമൻസ് വന്നാൽ മതി. അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ കേട്ടാൽ അതാണോ സാധാരണ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക? വേറൊരു ആശയവിനിമയം നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടില്ല ഈ കേസുമായി? ഒരു ചർച്ചയും നടത്തില്ല? കേസിന് പോകും, അവിടെ പോയി കണ്ടു കാണുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും. നേരം ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര നേരത്തെ പോയി കാണെങ്കിലും തിരക്കുണ്ടാകുമ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തരാൻ സമയമില്ല.
ഇതിപ്പം ഒരു പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും ഒരു നീതി വരും, അല്ലെങ്കിൽ ഈ മരണത്തെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണമെങ്കിലും? ഇത്രയും എൻ്റെ മോള് അനുഭവിച്ച ഇത്രയും കേസിൽ എൻ്റെ മോള് അനുഭവിച്ച കഥകൾ വെച്ച് എൻ്റെ മോൾക്ക് നീതി കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്ര ഒരു തിരിച്ചടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ കളി കളിച്ചിങ്ങാണ്ട് പോകുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഒരു പിന്നെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുള്ളൂ. അതാണിപ്പോൾ സംഭവിച്ചത്. അത് വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പോരാട്ടം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്തായാലും മകൾക്ക് മരിച്ച ശേഷമാണെങ്കിലും നീതി വേണം. ഈ കുറ്റക്കാരെ ആ ഒരു പോരാട്ടം ഇനിയും തുടരാൻ തന്നെയാണോ? ഇനിയും നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? എന്താ തെറ്റ് ചെയ്യാത്തവർക്കല്ലേ നീതി കിട്ടേണ്ടത്? അല്ലാതെ തെറ്റ് ചെയ്തോലെ അയച്ചു വിട്ട് വീണ്ടും കുറേ കുട്ടികളെ ഈ ലോകത്ത് മുഴുവനും നടക്കുന്ന പീഡനം മുഴുവനും ഇങ്ങനത്തെ ഇതാണ്. ഈ പിന്നെ ശരിയായ രീതിയിലുള്ള അന്വേഷണം ഇല്ലാഞ്ഞിട്ടും ഇതാക്കിയിട്ടും തന്നെയാണ് പിന്നെയും ആവർത്തിച്ച് വീണ്ടും പല കുട്ടികളും നശിക്കാനിടാവുന്നത് ഇങ്ങനത്തെ പ്രതികളെ വെറുതെ വിടുന്നതുകൊണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടാലും ഇനി അടുത്ത ആൾക്ക് ആവർത്തിക്കരുതെന്നാണ് എല്ലാവരും കരുതുന്നത്. അതന്നെയാണ് ഞാനും പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മോളോ പോയി, എനിക്ക് ഇനി തിരിച്ചു കിട്ടൂല. ഇനി അവർക്ക് നീതി കിട്ടണം. മറ്റുള്ള കുട്ടികൾക്ക് ഒരു ആപത്തും വരാതെയും കണ്ട് മറ്റുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കണം. അതിന് ഇങ്ങനത്തെ പ്രതികളെ വെറുതെ വിടാൻ പാടില്ല. ഇനിയിപ്പോൾ മറ്റു കേസുകളും വരാനുണ്ട്, അതിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടോ? ഇങ്ങനെ പോയി കാണുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെന്നല്ലേ അതിന്റെ റിസൾട്ട് ഇങ്ങനെ കൊടുക്കണേ, എന്താവും എന്നുള്ളതാവുമല്ലോ. ഇപ്പൊ സർക്കാർ തന്നെ അപ്പീൽ വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. എപ്പോഴും പോയിട്ട് ഇന്നലെയും ഞാൻ പോയിന് ദീപിനെ കാണാൻ വേണ്ടിയിട്ട്, കണ്ടിട്ടില്ല. ഇപ്പോൾ സ്വന്തം നിലയ്ക്കും ചോദിക്കുന്നുണ്ടോ? ഈ വക്കീലുമാരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ? അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇതിൻ്റെ കുട്ടിക്ക് നീതി കിട്ടേണ്ട വഴിക്ക് എന്താണ്, എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോകണം എന്നാണ് മനസ്സിലുള്ളത്. ടോമ, ഇതാണ് നമ്മൾ ഒരു അമ്മയുടെ വാക്കുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഈ കുട്ടിക്ക്, ഒരമ്മയ്ക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിധം അതിക്രമങ്ങൾക്കിരയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് മരണത്തിന് ശേഷമെങ്കിലും നീതി ലഭിക്കുക, അല്ലെങ്കിൽ ആ പ്രതികൾ സ്വസ്ഥതയോടെ സ്വൈരവിഹാരം പുറത്ത് നടത്താതിരിക്കുക, ഇനിയും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ ഇത്രയധികം ബുദ്ധിമുട്ടി ഈ കേസിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലുള്ള ആശയവിനിമയം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല. ഈ കേസിൽ ഈ പ്രതികൂലമായ വിധിയെത്തിയ ശേഷം പോലും പ്രോസിക്യൂട്ടറെ കാണാൻ പോലും ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ വ്യക്തമാവുന്നത്. എന്തായാലും സ്വന്തം നിലയിൽ അഭിഭാഷകരെ കണ്ട് ഈ നിയമോപദേശമൊക്കെ തേടി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമാണ്. എന്തായാലും സർക്കാർ തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും എവിടെയാണ് വീഴ്ച പറ്റിയത്, പ്രോസിക്യൂഷൻ തലത്തിലാണോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ, ഈ കുട്ടി തന്നെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്കടക്കം ഈ കേസിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന അത്യന്തം ഗൗരവമുള്ള ഒരു കേസായി ഇത് മാറുകയാണ്. കേവലം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നതിലപ്പുറം ഈ കുട്ടിയെ പിച്ചു ചീന്തിയ ആളുകളെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ പര്യാപ്തമായ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്തായാലും സ്വതന്ത്രമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോം. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസ്, തേഞ്ഞിപ്പലം പോക്സോ കേസിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് അത് കണ്ടെത്തണം. പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്ന് അമ്മ തന്നെ ആരോപിക്കുന്നുണ്ട്. എനിക്ക് നീതി ലഭിച്ചില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഈ വിധി കേട്ട ശേഷം തേഞ്ഞിപ്പലം പോക്സോ കേസിലെ ഇരയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ നിയമ പോരാട്ടത്തിൽ ഈ അമ്മ മാത്രമല്ല തോറ്റത്, നമ്മുടെ നിയമവും നിയമ സംവിധാനങ്ങളുമാണ്. ഇവിടെ ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഈ ചെറിയ പ്രായത്തിൽ ക്രൂരമായ പീഡനത്തിനിരയായി പിന്നീട് ജീവനൊടുക്കേണ്ടി വന്ന ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടു. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയിയാണ് രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലായിരുന്ന ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മർദ്ദന കേസിലാണ് ഇയാൾ പിടിയിലായത്. അരുൺ മോഹൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ പ്രതി
പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്? ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ടോം, ഇന്നലെ രാത്രിയായിരുന്നു അച്ചു എന്ന ബിനോയ് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കസ്റ്റഡിയിലിരിക്കെ കാരക്കുട മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 5-ാം തീയതി ബിനോയും അംഗവും 3 പേർ ചേർന്ന് വെള്ളറട സ്വദേശിയായ സഹദേവൻ എന്ന് പറയുന്ന ഒരാളെ മർദ്ദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കേസിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നത്. തുടർന്ന് ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബിനോയെ കൂടാതെ മറ്റൊരു യുവാവിനെ കൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. എന്നാൽ ഇന്നലെ രാത്രി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലിരിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളുടെ കൈക്ക് സാരമായ ഒരു പരിക്ക് പറ്റിയതിനെ തുടർന്ന് ആയിരുന്നു ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് എത്തിച്ചിരുന്നത്. ഇവിടെ നിന്നായിരുന്നു രക്ഷപ്പെട്ടത്. ടോം, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെള്ളറടയിലാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടത്. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയിയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.